ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയിട്ടുള്ള ടോപ്പ് 10 വാഹനങ്ങൾ ഇന്ത്യയിൽ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ആൻഡ് ഓൾ ഇന്ത്യ സെയിൽസ് തന്നെയാണ് നോക്കുന്നത്. ഇവിടെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്രാവശ്യത്തെ 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഫ്രോങ്സ് ആണ്. അതിൽ വേറൊരു രസം എന്താണെന്ന് വെച്ചാൽ ഈ വാഹനം ഇടയ്ക്കൊരു മാസം നമ്പർ 1 ആയതായിരുന്നു, അതായത് ഇന്ത്യയിൽ തന്നെ ബെസ്റ്റ് സെല്ലിംഗ് വാഹനമായതായിരുന്നു ഫ്രോങ്സ്. പക്ഷെ അതിപ്പം 10th പൊസിഷനിലോട്ട് താഴത്തേക്ക് വന്നു. എനിവേ അതിങ്ങനെ മാറി മറിഞ്ഞു നോക്കിയിരിക്കും, നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ മാസം മാർച്ച് 2025 13,669 വാഹനങ്ങളുടെ സെയിലാണ് ഫ്രോങ്സിന് ടോട്ടൽ ലഭിച്ചത്. നമ്മളിതിനെ ഇയർ ഓൺ ഇയർ ബേസിസിലാണ് കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 2024 മാർച്ചിൽ 12,531 വാഹനങ്ങളുടെ സെയിലായിരുന്നു ഇതിന് കിട്ടിയിരുന്നത്. 1,138 വാഹനങ്ങളുടെ വ്യത്യാസവും 9.08% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ബൈ ദ വേ ഇവിടെ ഈ ലിസ്റ്റിൽ ആകെപ്പാട് 2 വാഹനങ്ങൾക്ക് മാത്രമേ ഡീഗ്രോത്ത് ഉള്ളൂ, ബാക്കി വാഹനങ്ങൾക്കെല്ലാം ഗ്രോത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വളരെ മേജർ ആയിട്ടുള്ള ഗ്രോത്ത് ഒന്നും വന്നിട്ടില്ല, 20% മുകളിൽ ഗ്രോത്ത് ആർക്കും ഇല്ല. പക്ഷേ സ്റ്റിൽ ഗ്രോത്ത് ആണല്ലോ. എന്തായാലും ഇനിയിപ്പോൾ അടുത്ത വണ്ടിയിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കെല്ലാവർക്കും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ചെറിയൊരു ആപ്പും കൂടെ പരിചയപ്പെടുത്തി തരാം. നമുക്കറിയാം നമ്മളെല്ലാവരും മറ്റു വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ പല ആപ്പുകളിലായിട്ട് നോക്കുന്നതാണ്. ഇപ്പോൾ ഇൻഷുറൻസ് ഹിസ്റ്ററീസ് തുടങ്ങിയ സാധനങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ കിട്ടും. അതുപോലെ സർവീസ് ഹിസ്റ്ററി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. ഇതിനൊക്കെ പുറമെ നിങ്ങൾക്കിപ്പം നിങ്ങളുടെ വാഹനത്തിൻ്റെ പൊല്യൂഷൻ ചെക്ക് ചെയ്യണമെന്നുണ്ട്, അതുപോലെ അടുത്ത് എവിടേക്കാണ് പൊല്യൂഷൻ സെൻറ്റർ അറിയണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതിൻ്റെ അകത്ത് നോക്കാൻ പറ്റും. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിൻ്റെ റീസെയിൽ വാല്യൂ, അതും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അതൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ വണ്ടിയുടെ മോഡലും മേക്കും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എസ്റ്റിമേറ്റഡ് വാല്യൂ അവർ തരും. നിങ്ങളല്ലാതെ വേറെ വാല്യൂവേറ്റ് ചെയ്യിപ്പിച്ച് തന്നെ നോക്കണം എന്ന് നിർബന്ധമില്ല. സോ അതൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പിൻഡ് കൊണ്ട് നോക്കിയാൽ മതി. ഇനി നമ്മുടെ ലിസ്റ്റിൽ അടുത്ത 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മഹീന്ദ്രയുടെ സ്കോർപ്പിയോ ആണ്. നമുക്കറിയാം സ്കോർപ്പിയോ എന്നും കമ്പൈൻഡും സ്കോർപ്പിയോ എന്നും ക്ലാസിക്കും രണ്ടും കമ്പൈൻഡ് സെയിലാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മാസം 2 വാഹനങ്ങൾക്കും കൂടെ 13,913 യൂണിറ്റ്സിൻ്റെ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. 2024 മാർച്ചിൽ 15,151 വാഹനങ്ങളുടെ സെയിലും കിട്ടിയതായിരുന്നു. 1,238 വാഹനങ്ങളുടെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഗ്രോത്ത് വന്നിരിക്കുന്ന രണ്ട് വാഹനങ്ങളിൽ ഒരെണ്ണമാണ്. 8.17% ആണ് ഇതിൽ വന്നിരിക്കുന്ന ഡീഗ്രോത്ത് പെർസെൻറ്റേജ്. അത് നമ്മുടെ ഈ ലിസ്റ്റിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ആണ് എന്നും കൂടെ പറയേണ്ടി വരും. ഞാൻ പറഞ്ഞില്ല 2 ഉള്ളൂ, അതിൽ ഹയസ്റ്റ് എന്ന് പറയുമ്പോൾ വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല, ഇത്രയും വിലയുള്ളൊരു വാഹനമാണ്. അത് 14,000-അടുത്തൊക്കെ അവർ വിൽക്കുന്നു എന്ന് പറയുന്നതിന് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് നമുക്കൊരു രീതിയിലും കുറ്റമൊന്നും പറയാൻ പറ്റില്ല. ഇനി അടുത്ത 8th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ പുതിയ ജനറേഷൻ ഡിസയർ ആണ്. ഇതിൻ്റെ സെയിൽ ഇപ്പോൾ ഇയർ ഓൺ ഇയർ ബേസിസിൽ ഏകദേശം കൺസിസ്റ്റൻ്റ് ആണ്. രസം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഇതേ സമയം പഴയ ജനറേഷൻ 3rd ജനറേഷൻ ഡിസയർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ പക്ഷേ 4th ജനറേഷൻ ഡിസയർ ആണുള്ളത്. അതും 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗും പുതിയ ഫീച്ചേഴ്സും അതുപോലെ 3 സിലിണ്ടർ കൂടുതൽ മൈലേജ് ഒക്കെ കിട്ടുന്ന എഞ്ചിനൊക്കെ ആയിട്ട് വരുന്ന വണ്ടിയാണ്. എന്തായാലും 15,460 വാഹനങ്ങളുടെ സെയിൽസാണ് ഇതിന് കഴിഞ്ഞ മാസം കിട്ടിയത്. 2024 മാർച്ചിൽ 15,894 വാഹനങ്ങളുടെ സെയിൽസും ഇതിന് കിട്ടിയതായിരുന്നു. 434 വാഹനങ്ങളുടെ വ്യത്യാസവും 2.73% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഇതിലും ഡീഗ്രോത്താണ് വന്നത്. സംഭവം പറഞ്ഞു വരുമ്പോൾ വളരെ ചെറിയ ഡീഗ്രോത്തേ ഉള്ളൂ. പക്ഷെ എന്നാലും പഴയ ജനറേഷൻ വണ്ടിയേക്കാൾ ഈ വർഷം നോക്കുമ്പോൾ സെയിൽ ഇത്തിരി ഇതിന് കുറഞ്ഞു എന്നും പറയേണ്ടി വരും. എനിവേ ഇനി അടുത്ത 7th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ടാറ്റ നെക്സോൺ ആണ്. ഇതിന് കഴിഞ്ഞ മാസം 16,366 വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചിരിക്കുന്നത്. മാർച്ച് 2024 14,058 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. ആ സമയത്ത് നെക്സോണിൻ്റെ സെയിൽ പതുക്കെ കുറഞ്ഞ് പഞ്ചിൻ്റെ സെയിൽ കൂടുന്നൊരു സമയമായിരുന്നു. ഒരു കാലത്ത് നെക്സോണിൻ്റെ സെയിൽ പിന്നെ 12,000 10,000 ആ റേഞ്ചിലേക്കൊക്കെ പോയി. ഇത് പക്ഷേ അതിനൊക്കെ കുറച്ചും കൂടെ മുന്നേ ഉള്ള ഒരു കാലമാണ്. എന്തായാലും ഇപ്പോൾ വീണ്ടും നെക്സോണിൻ്റെ സെയിൽ തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ മാസം 16,000 റേഞ്ചിലോട്ട് വന്നത്. 2,308 വാഹനങ്ങളുടെ വ്യത്യാസം 16.42% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് ടാറ്റയുടെ നെക്സോണും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പഞ്ച് അവിടെ പഞ്ചിപ്പോഴും മുകളിൽ തന്നെയാണെന്ന്. തീർച്ചയായും പഞ്ചതിൻ്റെ മുകളിൽ തന്നെയാണ്. അതിൻ്റെ പൊസിഷൻ എവിടെയാണെന്നൊക്കെ നിങ്ങൾക്ക് അധികം വേഗം തന്നെ മനസ്സിലാവും. ഇനി നമ്മുടെ ലിസ്റ്റിൽ 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ ബ്രസയാണ്. ഈ വാഹനത്തിന് കഴിഞ്ഞ മാസം 16,546 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. പറഞ്ഞു വരുമ്പോൾ ബ്രസ നെക്സോൺ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ജസ്റ്റ് 180 വാഹനങ്ങളെടുത്ത് വ്യത്യാസമേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് മുകളിൽ കയറി പോയിട്ടുണ്ട്. 2024 മാർച്ചിൽ 14,614 വാഹനങ്ങളുടെ സെയിൽ ബ്രസയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 1,932 വാഹനങ്ങളുടെ വ്യത്യാസവും 13.22% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഗ്രോത്ത് പെർസെൻറ്റേജ് ഏറ്റവും കൂടുതൽ ലഭിച്ചിരിക്കുന്ന വാഹനം കൂടിയാണ് ബ്രസ. സോ നെക്സോണും ബ്രസയും ഏകദേശം ഓർഡറായി. ഫസ്റ്റ് നെക്സോൺ, സെക്കൻഡ് ബ്രസ. അതാണ് ഇപ്പോഴത്തെ ഒരു ഓർഡർ നിലനിന്ന് പോകുന്നത്.
ഇനി അടുത്ത 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം എർട്ടിഗയാണ്. വേറൊരു കാര്യം ആലോചിക്കണം, ഇക്കഴിഞ്ഞ നമ്മുടെ സഫോമീറ്റർ എസ്യൂവിസിനെയൊക്കെ കടത്തി വെട്ടിയാണ് എർട്ടിഗ മുന്നിൽ കയറിയിരിക്കുന്നത്. കുറേ കാലമായിട്ട് ഇപ്പോൾ എർട്ടിഗ മുന്നിൽ നിൽക്കാറുമുണ്ട്, അങ്ങനെ ഒരുപാട് താഴേക്ക് പോകാറില്ല. കഴിഞ്ഞ മാസം 16,804 വാഹനങ്ങളുടെ സെയിലാണ് എർട്ടിഗയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. മാർച്ച് 2024 14,888 വാഹനങ്ങളുടെ സെയിലും കിട്ടിയിട്ടുണ്ടായിരുന്നു. 1916 വാഹനങ്ങളുടെ വ്യത്യാസവും 12.87% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഹൈ ഗ്രോത്ത് ഉണ്ട്. ചെറിയൊരു വ്യത്യാസത്തിലാണ് തേർഡ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ലഭിച്ചിരിക്കുന്ന വാഹനം ഇതായത്. ഇതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന 12.83% ഉള്ളൊരു വാഹനമാണ്. അതേതാണ് എന്ന് നിങ്ങൾ അധികം വൈകാതെ അറിയും. പക്ഷെ എന്നാലും വ്യത്യാസം വളരെ ചെറുതായതുകൊണ്ട് പറയണുള്ളൂ. വേണമെങ്കിൽ രണ്ടിനും മൂന്നാമത് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ലഭിച്ച വാഹനം എന്ന സ്ഥാനം കൊടുക്കാവുന്നേ. ഇനി 4th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ വാഗണാറാണ്. ഇതിന് കഴിഞ്ഞ മാസം 17,175 വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചിരിക്കുന്നത്. മാർച്ച് 2024 16,368 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. 807 വാഹനങ്ങളുടെ വ്യത്യാസവും 4.93% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വളരെ വലിയ ഗ്രോത്ത് റേറ്റ് ഒന്നും ഇതിൽ വന്നിട്ടില്ല. ചില മാസങ്ങളിലൊക്കെ മിക്ക മാസങ്ങളും നമ്പർ 1 പൊസിഷനിൽ നിൽക്കാറുള്ള വാഹനമാണിത്. 2024-5 വരെയുള്ള ഫൈനാൻഷ്യൽ ഇയറിലെ ബെസ്റ്റ് സെല്ലിംഗ് വാഹനം കൂടിയായിരുന്നു വാഗണാറ്. പക്ഷേ 2024 കലണ്ടർ ഇയർ വെച്ച് നോക്കുമ്പോൾ പഞ്ചായിരുന്നു ബെസ്റ്റ് സെല്ലിംഗ് വാഹനം. അതൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. ഞാൻ തന്നെ പല വീഡിയോസിലായിട്ട് ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. വാഗണാറിൻ്റെ ഫൈനാൻഷ്യൽ ഇയർ സെയിൽസിൻ്റെ കാര്യം ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പറയുന്നത്. ഇനി നമ്മുടെ 3rd പൊസിഷനിൽ നിൽക്കുന്ന വാഹനമാണ് ടാറ്റ പഞ്ച്. അവസാനം നമ്മൾ വീണ്ടും പഞ്ചിലേക്ക് തന്നെ കറങ്ങിത്തിരിഞ്ഞെത്തിയിട്ടുണ്ട്. ഇതിന് കഴിഞ്ഞ മാസം 17,714 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. മാർച്ച് 2024 17,547 വാഹനങ്ങളുടെ സെയിലായിരുന്നു. വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിലാണെന്ന് തന്നെ പറയാം. വെറും 167 വാഹനങ്ങളുടെ വ്യത്യാസവും 0.95% ഗ്രോത്ത് റേറ്റ് ഉള്ളൂ. അതിപ്പോൾ ഗ്രോത്ത് ആണെങ്കിലും അത്രയും തന്നെ ഡീഗ്രോത്ത് ആണെങ്കിലും അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു. കാരണം അത്രയും നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. ഒരു കാലത്ത് ഈ വണ്ടി നമ്പർ 1 പൊസിഷനിൽ നിന്നിരുന്ന കുറേ മാസങ്ങളുണ്ടായിരുന്നു. അതും നിങ്ങൾക്ക് അറിയായിരിക്കും. 18,000 19,000 വെച്ചൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ് സെയിൽ. പക്ഷേ ഇതും ഒട്ടും മോശമല്ല. 17,700 എന്ന് പറയുമ്പോൾ തന്നെ 18,000-അടുത്തൊക്കെ തന്നെ ഇപ്പോഴും കിട്ടുന്നുണ്ട്. സോ ടാറ്റയുടെ ഇപ്പോഴത്തെ ബെസ്റ്റ് സെല്ലിംഗ് വാഹനം തീർച്ചയായും പഞ്ച് തന്നെയാണ്. ഇനിയിപ്പോൾ അതിനെ കടത്തി വെട്ടാൻ ആര് വരും എന്നുള്ളത് നമ്മൾ നോക്കണം. അടുത്ത 2nd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ആണ്. രസം എന്താണെന്ന് വെച്ചാൽ സ്വിഫ്റ്റും പഞ്ചും തമ്മിൽ സെയിൽസിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമില്ല. സ്വിഫ്റ്റ് 17,746 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ജസ്റ്റ് 32 വാഹനങ്ങളുടെ വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ. ആ ഡിഫറൻസ് ഉണ്ടായിരുന്നെങ്കിൽ പഞ്ച് വേണമെങ്കിൽ സെക്കൻഡ് കയറാമായിരുന്നു. പക്ഷേ എന്തായാലും ഇപ്പോൾ സ്വിഫ്റ്റാണ് ഇരിക്കുന്നത്. 2024 മാർച്ചിൽ 15,728 വാഹനങ്ങളുടെ സെയിൽസാണ് സ്വിഫ്റ്റിന് ലഭിച്ചത്. 2018 വാഹനങ്ങളുടെ വ്യത്യാസം 12.83% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 12.83 12.87 കണക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. ഇതും 4th പൊസിഷനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് വന്നതിൽ. പക്ഷെ നമുക്ക് വേണമെങ്കിൽ തേർഡായിട്ട് തന്നെ പറയാം, കാരണം വ്യത്യാസം വളരെ കുറവാണല്ലോ. ഇതൊന്നും അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്പർ 1 പൊസിഷൻ്റെ ബലേനോ വല്ലതും ആയിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. പക്ഷെ ഒരിക്കലല്ല. ക്രെറ്റയാണ് കഴിഞ്ഞ മാസത്തെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് വാഹനം. 18,059 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കഴിഞ്ഞ മാസം ലഭിച്ചിരിക്കുന്നത്. 2024 മാർച്ചിൽ 16,458 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. അതായത് 1,601 വാഹനങ്ങളുടെ വ്യത്യാസവും 9.73% ഗ്രോത്ത് റേറ്റൊക്കെയാണ് വന്നിരിക്കുന്നത്. ഗ്രോത്തൊക്കെ നല്ലതാണ്. പക്ഷെ എന്തായാലും ഒരു മാസത്തെ ബെസ്റ്റ് സെല്ലിംഗ് വാഹനം ക്രെറ്റ ആവുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു ഇൻകം പൊട്ടൻഷ്യൽ, അതായത് എന്തോരം ആൾക്കാർക്ക് സ്പെൻഡ് ചെയ്യാം എന്നുള്ളതിൻ്റെ പൊട്ടൻഷ്യൽ കൂടിയതിൻ്റെ ഒരു തെളിവാണ് ഇത് എന്ന് പറയാം. കാരണം വാഗണാർ, ബലേനോ, ഓൾട്ടോ ഒക്കെ ഒരു സമയത്ത് ഈ ലിസ്റ്റിൽ നമ്പർ 1ഉം 2 ഒക്കെ ആയിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോൾ അതൊക്കെ പോയി. ഓൾട്ടോ ഒക്കെ ഇപ്പോൾ ഒരുപാട് താഴത്തേക്ക് പോയി, 8,000 10,000 ആ റേഞ്ചിലേക്കൊക്കെ. എന്നിട്ട് അതിനുമാരും ക്രെറ്റയൊക്കെയാണ് ഇപ്പോൾ നമ്പർ 1 നിൽക്കുന്നത് എന്നും കൂടെ ആലോചിക്കണം. എന്തായാലും ഗൈസ്, ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ ടോപ്പ് 10 വാഹനങ്ങളുടെ വീഡിയോ. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.